നമസ്കാരം. അങ്കപ്പൊയിൽ കൂട്ടായ്മയും സ്പാർട്ടൻ ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ ഒരു ഇഫ്താർ വിരുന്ന് ഒരു നാടിൻ്റെ ഒരു കൂട്ടായ്മയായി ഐക്യത്തോടു കൂടിയുള്ള ഒരു സംഗമമായി മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമായി കാണുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അബ്ബാസ് ഹാജി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരം കൂട്ടായ്മകൾ, ഇഫ്താർ വിരുന്നുകൾ നമ്മുടെ നാട് ഇന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇഫ്താർ വിരുന്ന് സ്വാഭാവികമുണ്ടാകുന്ന ആത്മീയമായ ഒരു കാഴ്ചപ്പാട്, അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ, ഒരുമിച്ചിരിക്കൽ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കലൊക്കെ നാടിന് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ചുറ്റുവട്ട ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്കപ്പൊയിൽ സ്പാർട്ടൻ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പ്രദേശത്തെ 120 കുടുംബങ്ങളിൽ നിന്നായി ഏകദേശം 650ഓളം പേർ പങ്കെടുത്ത ഇഫ്താർ സംഗമം വേറിട്ട ഒരനുഭവമായി മാറി. മഹല്ല് ഖാദി മുഹീദ്ദീൻ പനങ്ങാങ്ങര ഉദ്ഘാടനം ചെയ്ത സംഗമത്തിൽ വണ്ടൂർ MLA ശ്രീ AP അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. തെന്നാടൻ ഷിഹാബ്, മടത്തിൽ യാസിർ, നസീം മദനി എന്നിവർ സംസാരിച്ചു. ബഷീർ പാപ്പറ്റ കുടുംബ ക്ലാസ്സിന് നേതൃത്വം നൽകി. അബ്ബാസ് ഹാജി, മുണ്ടമ്പ്ര മുഹമ്മദ്, M മുഹമ്മദ് കോയ, മടത്തിൽ കുഞ്ഞിപ്പ, തേനാരി ഷറഫുദ്ദീൻ, ഷിഹാബ് K, അനീസ് മടത്തിൽ, ഇർഫാൻ പാലപ്പറ്റ, ജലീസ് തേനാരി, സജ്ജാദ് തേനാരി, കുറ്റി കമ്മർ എന്നിവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. അഭൂതപൂർവമായ തിരക്ക്, ഭയങ്കര തിരക്കാണല്ലോ. നമസ്കാരം. തീർച്ചയായിട്ടും എല്ലാവരും ആളില്ലേ അവിടെ? ബാക്കിയാക്കില്ലടാ.